ഇവ പോയി കുളിച്ചേ മോളെ റെഡിയായ ബാത്തബിലൊന്നും കുളിക്കണ്ടേ വാ ഞാൻ കുളിച്ചിട്ടൊന്നേ സമയമില്ല സമയമായി ഞങ്ങൾ ഇങ്ങനെ പോവാനായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ഇട്ടേക്കുന്നത് ഒരു സൽവാറാണ്. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഫ്ലോറൽ പ്രിന്റ്സ് വന്നിട്ടുള്ള എനിക്ക് ഫേവറേറ്റ് ആണ് ഈ ഒരു കളർ. ഈ ഒരു ബ്ലൂ കളർ പണ്ട് തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. ആ ഒരു കളറിലുള്ള ഒരു സൽവാറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസി ഓൺലൈൻ ബുട്ടീക്ക് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവർ ഇതുപോലെ തന്നെ സൽവാർ, അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ, പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും, പിന്നെ അബായാസ് ഉണ്ട്, അങ്ങനെ എല്ലാ കളക്ഷൻസും അവൈലബിൾ കേട്ടോ. ഇന്ത്യയിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ട്. ഞാനിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കുറേ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ പെട്ടിയൊക്കെ തൂക്കിയാട്ടോ കല്യാണത്തിന് പോണത്. ഇവ എന്തിന് ഫ്ലാഗ് ഒക്കെ ആയിട്ട് വരുന്നേ? എങ്ങോട്ടാണ് കല്യാണത്തിന് പോവാര്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോണത്. അതാണ് നമ്മള് അടുത്ത് കല്യാണം കഴിച്ചില്ലെങ്കിലാണോ പ്രശ്നം. ഞങ്ങളിവിടെ ഒരു കടയിൽ കൊണ്ട് ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. പപ്പ പറഞ്ഞ് ഏൽപ്പിച്ചാണ്. നമ്മുടെ ആലപ്പുഴയിലുള്ള ശക്തി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. ഞങ്ങളിപ്പോൾ ചെന്നപ്പോൾ ഉമ്മ ഞങ്ങളെ കാത്തവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നേ. ഇവിടെ നിക്കാഹ് ഉണ്ടായില്ല കേട്ടോ. നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞായതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വന്ന പാടെ തന്നെ ആ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി എന്ന് വിചാരിച്ചേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ എല്ലാവരോടും കുറേ നേരം സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കായിരുന്നേ. ഇത് അഫിയുടെ കസിൻസിൻ്റെ മക്കളൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ മൊത്തം ഒച്ചയും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ വോയിസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ അവിടെ കുറേ നേരം കത്തി വെച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ ഐസ്ക്രീമും പോപ്കോണും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിക്കായിരുന്നേ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഹോളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അവിടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങളിതാ പോകാനായിട്ട് ഇറങ്ങുകയാണേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇന്നിപ്പോൾ അഫിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, തൃശ്ശൂർക്കാണ് പോകുന്നത് ആലപ്പുഴയിൽ നിന്ന്. അപ്പോൾ ഇവിടെ കല്യാണ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബസ്സിൽ കയറിയിട്ട് ഞാൻ അവരുടെ കൂടെ പോവുകയാണേ. അതിന് ഞങ്ങളിത് ആ കടയിൽ പോയിട്ട് ആ ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവന്മാർ രണ്ടാളാണ് എന്നെ ബാഗ് എടുക്കാനും ബസ്സിൽ വയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തത്. ഇത് അഫിയുടെ കസിൻസിൻ്റെ മക്കളാട്ടോ. അപ്പോൾ അവരോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാം കേട്ടോ. കാരണം അത്രയും വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു ബാഗിന്. പക്ഷെ അവന്മാർ അത് കൂളായിട്ട് എടുത്ത് ബസ്സിലൊക്കെ വെച്ച് തന്നിട്ടുണ്ടായേ. അങ്ങനെ ആ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ അഫിയുടെ ഫാമിലിയുടെ കൂടെ, ഈ ഒരു ഹോൾ ഫാമിലിയുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും ഒരു ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ നേരെ തൃശ്ശൂർക്കല്ല കേട്ടോ പോയത്. നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു പെണ്ണിൻ്റെ വീട്. അപ്പോൾ ജസ്റ്റ് വീട്ടിൽ കയറിയിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം അവർ നമുക്ക് ചായയും അതുപോലെ തന്നെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാത്തിനും ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, കുറേ അധികം സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അതൊക്കെ ഒന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയുടെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി തന്നെയായിരുന്നു. കാരണം ഈ ഒരു ബസ്സിലെ സീൻസ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ആരും അടങ്ങിയിരുന്നിട്ടില്ല കേട്ടോ. എല്ലാവരും ഫുൾ ടൈം കളിയായിരുന്നു കേട്ടോ. ഫുൾ ഡാൻസ് കളിയും ബഹളവുമായിട്ട് നല്ല രസമായിരുന്നേ. ഒരാൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ ഇറങ്ങും കേട്ടോ. അങ്ങനെ ഫുൾ ആ ഒരു ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ എത്തുന്നത് അറിഞ്ഞില്ല എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. ഇവക്കാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. കാരണം അവളും ഇതുപോലെ ഒരുപാട് ആളുകളുടെ കൂടെ അങ്ങനെ ഒരു ഇവൻറ്റും ഫംഗ്ഷനും ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അവൾക്ക് ശരിക്കും അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര കൊതിയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ. ഇങ്ങനെ നാട്ടിൽ പോകണം, എല്ലാവരുടെയും കൂടെ കൂടണം, കല്യാണത്തിന് പോകണം, ഇതൊക്കെ അവൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നേ. അപ്പോൾ എന്തായാലും ഇവയുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അഫില്ല എന്നുള്ളൊരു സങ്കടം ഇങ്ങനെ ഇടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്ക് അതൊക്കെ മറന്നുപോയി എന്നുള്ള കേട്ടോ സത്യം. ഞാൻ ആദ്യം കുറേ നേരമല്ല ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനങ്ങനെ എണീറ്റിട്ടുണ്ടായില്ല. പക്ഷെ അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവ ഉറങ്ങി കേട്ടോ. ഇവ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവായും ഉമ്മാടയിൽ കൊടുത്തിട്ട് ഞാൻ നേരെ ബാക്കിലോട്ട് പോയിട്ടോ. അവിടെ പോയിട്ട് ഞങ്ങൾ പിന്നെ ഫുൾ അടിച്ചുപൊളിയായിരുന്നു. എല്ലാവരും ഇറങ്ങി. ഞാൻ ക്യാമറയൊക്കെ കുറേ നേരം മാറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഞങ്ങളിപ്പോൾ ഇവിടെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ നിർത്തിയേക്കാണ്. വാപ്പായ റിച്ചോടെ വിഷമിച്ചിരിക്കാട്ടാ. വാപ്പാക്ക് വരാൻ പറ്റാത്തതിൽ റിച്ചുവിന് എക്സാം ആയതുകൊണ്ട് വാപ്പായ റിച്ചു വന്നിട്ടില്ല. ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ മാത്രമല്ല വാപ്പായ കൊണ്ട് ഇനിയിപ്പോൾ എന്താ 19-നും 20-നൊക്കെ അവിടെ ഫംഗ്ഷൻ ഉണ്ട്. ശരിക്കും ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തൂന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതൊന്നും അല്ല, വീഡിയോ ഓഫ് ചെയ്തിട്ടായിരുന്നു ശരിക്കുള്ള ഞങ്ങളുടെ ആ ഒരു എൻജോയ്മെന്റ്. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അതൊന്നും നോക്കാണ്ട് എല്ലാവരും ഒന്നിച്ചിറങ്ങിയിട്ട് ഫുള്ള് ബസ് തല്ലി പൊളിക്കായിരുന്നു കേട്ടോ. കുറച്ച് നേരപ്പോൾ ഉമ്മ വരെ എണീറ്റ് ഇന്ന് ഡാൻസ് കളിക്കാട്ടോ. ഉമ്മക്ക് അതുവരെ ഇങ്ങനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്നിട്ട് ലാസ്റ്റ് ചെയ്തപ്പോൾ ഉമ്മ വരെ എണീറ്റ് നിൽപ്പുണ്ടായിരുന്നു. അടിപൊളി എന്നൊന്നും പറഞ്ഞാൽ പോരാട്ടോ, അത്രത്തോളം സൂപ്പറായിരുന്നു. ഞാൻ ശരിക്കും ദുബായിലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മൊമെൻറ്റും ഈ ഒരു എൻജോയ്മെൻറ്റും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും കല്യാണമൊക്കെ കൂടി അടിച്ചു പൊളിക്കാൻ പറ്റി. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ പെണ്ണിനെയും ചെക്കനെയും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. സത്യം പറയാലോ, ഞാനും അവരെ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല കേട്ടോ. ഞാനാണെങ്കിൽ ചെന്നപ്പോൾ ഒരല്പം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പുറത്തിറങ്ങി നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ലോകത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു. പെണ്ണും ചെക്കനും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ മറന്നുപോയി എന്നുള്ളതാട്ടോ സത്യം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇനിയും ഫങ്ഷൻസ് ബാക്കി കിടക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ ഇനി തൃശ്ശൂർ വന്നിട്ട് അവിടെ 2 ദിവസം അടിപൊളി ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ എന്തായാലും എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലെന്നും ഓർത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബസ് യാത്രയായിരുന്നു കേട്ടോ ഇത്. ഞാൻ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂർ എത്തി എന്നറിയാണ്ട് യാത്ര ചെയ്ത ഈ ഒരു ദിവസം മാത്രമായിരിക്കും കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ എന്താ എത്താത്തേന്ന് ഇങ്ങനെ ആലോചിച്ചാട്ടോ ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു യാത്ര ഫുള്ളി, അതായത് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാണ്ട് അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാട്ടോ പോയിട്ടുണ്ടായേ. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ എത്തിക്കാനപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര കുട്ടി വീഡിയോ ആയിരിക്കും. നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. Till then, take care. Bye bye.